സംസ്ഥാനത്ത് തുടർച്ചയായി 5-ാം ദിവസവും സ്വർണ്ണവില കുറഞ്ഞു. 22 ക്യാരറ്റ് സ്വർണ്ണത്തിന് പവന് 1040 രൂപയുമാണ് കുറഞ്ഞത്. അതേസമയം സ്വർണ്ണവിലയിൽ വലിയ ഇടിവ് പ്രതീക്ഷിക്കേണ്ടതില്ലെന്നാണ് ധനകാര്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. സംസ്ഥാനത്ത് തുടർച്ചയായി 5-ാം ദിവസം സ്വർണ്ണവില കുറഞ്ഞിരിക്കുകയാണ്. 22 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 130 രൂപയും പവന് 1040 രൂപയുമാണ് ഇന്ന് കുറഞ്ഞത്. ഇതോടെ ഗ്രാമിന് 14,020 രൂപയും പവന് 1,12,160 രൂപയുമായി. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 105 രൂപ കുറഞ്ഞ് 11,580 രൂപയിലുമെത്തി. ഇന്നലെ ഗ്രാമിന് 110 രൂപ കുറഞ്ഞ് 14,075 രൂപയും പവന് 880 രൂപ കുറഞ്ഞ് 1,12,600 രൂപയുമായിരുന്നു വില. ആഗോള വിപണിയിൽ ട്രോയ് ഔൺസിന് 41.28 കുറഞ്ഞ് $4,664.89 0.88% ഇടിവ്. US ഗോൾഡ് ഫ്യൂച്ചർ നിരക്കിലും ഇടിവ് വന്നിട്ടുണ്ട്. കേരളത്തിൽ ജനുവരി 29-നായിരുന്നു സ്വർണത്തിന് ഏറ്റവും ഉയർന്ന വില രേഖപ്പെടുത്തിയത്. ഗ്രാമിന് 16,395 രൂപയും പവന് 1,31,160 രൂപയുമായിരുന്നു അന്നത്തെ വില. ലോകവിപണിയിൽ സ്വർണം ഔൺസിന് $4,750 പശ്ചിമേഷ്യൻ യുദ്ധമടക്കം ഭൗമരാഷ്ട്രീയ കാലാവസ്ഥ സങ്കീർണമായി തുടരുന്നത് ഈ സ്വർണ്ണവിലയിൽ വലിയ തോതിൽ പ്രതിഫലിക്കുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ മാർക്കറ്റിലും സ്വർണ്ണവിലയിൽ നിരന്തര മാറ്റങ്ങൾ തുടരാൻ സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധരും വിലയിരുത്തുന്നത്. അതേസമയം തന്നെ സ്വർണ്ണവിലയിൽ വലിയൊരു ഇടിവ് പ്രതീക്ഷിക്കേണ്ടതില്ലെന്നാണ് ധനകാര്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നതും. ആഗോള മാർക്കറ്റിലെ ചാഞ്ചാട്ടങ്ങൾ ഇന്ത്യൻ വിപണിയിലും പ്രതിഫലിച്ചേക്കും. ഡോളറിന്റെ മൂല്യത്തിലെ കയറ്റിറക്കങ്ങൾക്ക് രാജ്യാന്തര മാർക്കറ്റിൽ അലയടിക്കും. ഇത് ഇന്ത്യൻ വിപണിയിലും പ്രകടമാകും. അതേസമയം ഇന്ധനവില ഉയർന്നു നിൽക്കുന്നതും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത് തന്നെയാണ്. ബ്രെന്റ് ക്രൂഡ് ഓയിലിന്റെ വില ഇപ്പോഴും $100 തുടരുകയുമാണ്. ഇത് അമേരിക്ക അടക്കമുള്ള വിപണികളിൽ ഉൽപ്പന്ന വില ഉയരുന്നതിനും അതുവഴി പണപ്പെരുപ്പത്തിനും കാരണമായേക്കും. പണപ്പെരുപ്പം ഉയർന്നാൽ സ്വാഭാവികമായി അത് പലിശ നിരക്ക് ഉയരുന്നതിനും ഇടയാക്കും. ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് ഉയരാനുള്ള സാധ്യതകൾ മുൻനിർത്തി ആളുകൾ സ്വർണത്തിൽ നിക്ഷേപം നടത്താൻ മടിക്കുന്നത് തന്നെയാണ് ഇപ്പോഴുള്ള വില ഇടിവിനും കാരണം. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.